നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി ടൗണിലെ വ്യാപാരി ഓമന നിരവത്തിനെ അതിക്രൂരമായി തെരുവ് നായ ആക്രമിച്ചതിൽ ഇലഞ്ഞിയിൽ കനത്ത പ്രതിഷേധം. പ്രദേശത്ത് 3 ആടുകളെയും തെരുവ് നായ കടിച്ചു കൊലപ്പെടുത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനവും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. ദേഹമാസകലം തെരുവുനായ കടിച്ചു കീറിയ ഓമന നിരവത്തിന് അടിയന്തരമായി പഞ്ചായത്ത് ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് നിവേദനവും നൽകി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച ധർണ സമരം കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി അജി മലയിൽ, ഗോപിനാഥ് കെ, അജിമോൻ കെ, പ്രശാന്ത് VS, സുധീഷ് കുമാർ S, സജി നെല്ലൂരുപാറ, അഭിലാഷ് നായർ, തങ്കപ്പൻ PJ, സനൽ, സത്യൻ, ശാന്തൻ S തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇലഞ്ഞി ബസ് സ്റ്റാൻഡിന് സമീപം വയോധികയായ ഒരു പാവപ്പെട്ട സഹോദരി അവരെ ഉപജീവനത്തിന് വേണ്ടി നടത്തിയിരുന്ന കടയിൽ കയറി അവരെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് തെരുവ് നായ, പേപ്പട്ടിയാണെന്ന് സംശയിക്കുന്ന തെരുവ് നായ ആക്രമിച്ചിരിക്കുന്നു. ആ പട്ടി മറ്റ് നായ്ക്കളെ കടിക്കുകയും അത് വിഷബാധ ഉള്ളതാണെങ്കിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിഷബാധയുള്ള പട്ടികൾ പെരുകാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ പഞ്ചായത്ത് അക്കാര്യത്തിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനം സ്വീകരിക്കുക. നമുക്കറിയാം, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം എറണാകുളം ജില്ലയിലെ ഏറ്റവും മോശം പഞ്ചായത്തായിരുന്നുവെങ്കിൽ ഇത്തവണ അത് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്ത് എന്ന അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുക. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജേഷ് മരങ്ങാട്ട്. നമുക്കറിയാം, ഇലഞ്ഞി പഞ്ചായത്തിലെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഈ പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ വിപുലമായ ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒരു 10% ഈ പഞ്ചായത്ത് നടപ്പിലാക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇലഞ്ഞിയിൽ ആ അമ്മച്ചി അനുഭവിക്കുന്ന ഒരവസ്ഥയ്ക്ക്, ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായിട്ടുള്ളത് ഇലഞ്ഞി പഞ്ചായത്തിലെ മെമ്പർമാരും ഉദ്യോഗസ്ഥരുമാണ് എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. കാരണം ഈ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നുള്ളതല്ലാതെ അതിനുപരി അതിൻ്റെ പുരോഗതിയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരും സെക്രട്ടറി, അതുപോലെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ അവരടക്കം ഇതിന് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയുവാൻ. കാരണം ഇവിടെ വലിയ പ്രശ്നം മാർക്കറ്റിലായാലും ഈ ബസ് സ്റ്റാൻഡിലായാലും, ബസ് സ്റ്റാൻഡ് തെരുവ് നായകളുടെ സ്ഥിരം സംഗമവേദിയാണ്. രാത്രി ഒരു സമയം കഴിഞ്ഞാൽ സെൻട്രൽ ജംഗ്ഷൻ തെരുവ് നായകളുടെ സ്ഥിരം സംഗമവേദിയാണ്. ഇത് പഞ്ചായത്തിന് അറിയാത്തതല്ല. അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കേണ്ട സമയം അതിക്രമിക്കുകയാണ്. അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട പ്രതിപക്ഷം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട പ്രതിപക്ഷം ഇവിടെ ഇല്ല. അവർ പൂർണ്ണമായിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ ഈ തെരുവുനായ ആക്രമണത്തിനെതിരെ ശക്തമായ നടപടികൾ ഇനിയെങ്കിലും പഞ്ചായത്ത് സ്വീകരിച്ചില്ല എങ്കിൽ ഇനി വരുന്നത് ധർണയായിരിക്കില്ല. ഇനി ഈ പഞ്ചായത്തിന്റെ പുറത്തു നിന്നാരും അകത്തേക്കും, അകത്തു നിന്നാരും പുറത്തേക്കും ഇറങ്ങാത്ത രീതിയിലുള്ള ഉപരോധ സമരമായിരിക്കും ഇവിടെ നേരിടേണ്ടി വരിക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.